ഒരു കാര്യം വ്യക്തമാണ്, ഡൊണാൾഡ് ട്രംപ് ആവർത്തിക്കുന്നു ഈ സംഘർഷം ഉടനൊന്നും അവസാനിക്കില്ല. ഇറാനെ മേൽ പൂർണ്ണമായ അധികാര സ്ഥാപനം ഉണ്ടായതിനു ശേഷമേ പിൻവാങ്ങൂ എന്ന് ഡൊണാൾഡ് ട്രംപ് പറയുമ്പോൾ ഇറാനിൽ ഇനിയും സംഭവിക്കാൻ പോകുന്ന നാടകീയ നീക്കങ്ങൾ എന്തൊക്കെയെന്നതാണ് സാഹചര്യം. ഒപ്പം ഹിസ്ബുള്ള അടക്കം ഇതിൻ്റെ കക്ഷി ഈ ഭാഗം കൂടിയാകുമ്പോൾ അതുണ്ടാക്കുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങൾ മറ്റൊന്നായി മാറുകയാണ്. ഇതിനിടയിൽ ഒരു പ്രധാനപ്പെട്ട നീക്കം ഇന്നലെ ഉണ്ടാവുന്നത് അയത്തുള്ള ഖമേനിയുടെ വധത്തിന് ശേഷം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നടത്തിയ ചില പ്രസ്താവനകൾ ചില പ്രത്യേക ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതാണോ എന്ന സൂചനകൾ കൂടി ഉണ്ടാവുകയാണ്. കാരണം സർക്കാരിനെ അട്ടിമറിക്കാൻ ഇറാൻ ജനതയെ ആഹ്വാനം ചെയ്യുന്ന ഈ വീഡിയോയിൽ ലോകത്തിലെ ഭീകര ഭരണകൂടങ്ങൾക്കെതിരെ ഇനിയും സൈനിക നടപടികൾ ഉണ്ടാകുമെന്ന സൂചനകൾ കൂടിയുണ്ട്. ഇതിൽ അദ്ദേഹം പ്രയോഗിക്കുന്ന ഒരു പരാമർശം ബലൂജുകളോടും കൂടി സമരരംഗത്തിറങ്ങാനുള്ള ആഹ്വാനം അദ്ദേഹം നടത്തുന്നുണ്ട്. എന്താണ് ഈ നീക്കം എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ബലൂജികൾ നമുക്കറിയാം, ഇറാനിലെ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ അതിർത്തിയോട് ചേർന്ന് വസിക്കുന്ന ഒരു വിഭാഗമാണ് ബലൂജികൾ. അങ്ങനെ പല ഗ്രൂപ്പുകളുണ്ട്. ഇവരെല്ലാം സർക്കാരിനെതിരെ സംഘടിക്കാൻ പറയുകയാണ്. ബലൂജികളുടെ പേര് പ്രത്യേകം പരാമർശിക്കുമ്പോൾ നമുക്കറിയാം പാകിസ്ഥാനിൽ ബലൂചിസ്ഥാൻ വാദികൾ നടത്തുന്ന നീക്കങ്ങൾ അത് അവിടെ ഉണ്ടാക്കുന്ന അസ്ഥിരതകളും സംഘർഷങ്ങളുമുണ്ട്. അങ്ങനെയെങ്കിൽ ബെഞ്ചമിൻ നെതന്യാഹു ഇത്തരമൊരു നീക്കം നടത്തുന്നതിന് പിന്നിൽ മറ്റെന്തെങ്കിലും വാദങ്ങളുണ്ടോ എന്ന പ്രധാനപ്പെട്ട ചോദ്യം കൂടി നമുക്ക് മുന്നിൽ ഉയരുന്നുണ്ട്. അജയ് സുധാബിജു തുടരുന്നു. അജയ്, ബെഞ്ചമിൻ നെതന്യാഹു അയത്തുള്ള ഖമേനിയെ വധിച്ചതിന് ശേഷം പുറത്തിറക്കുന്ന വാർത്താക്കുറിപ്പിലാണ് ലോകരാജ്യങ്ങൾക്കെതിരായ പോരാട്ടത്തിൽ ഇനിയും ഇറാനുമേൽ സ്വാധീനം നേടാൻ വേണ്ടിയുള്ള നീക്കങ്ങൾ ഉണ്ടാകും. ഇതിനിൽ അവിടുത്തെ സർക്കാരിനെതിരെ രംഗത്തിറങ്ങാൻ അവിടുത്തെ വിവിധ വിഭാഗങ്ങളോട് ആഹ്വാനം ചെയ്യുന്നതാണ് നെതന്യാഹുവിൻ്റെ വാക്കുകൾ. ഇതിൽ അദ്ദേഹം ബലൂജികളോടും ആഹ്വാനം ചെയ്യുന്നുണ്ട്. ബലൂജികളുടെ സാഹചര്യം നമുക്കറിയാം, പാകിസ്ഥാൻ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട വിവാദങ്ങൾ നിലനിൽക്കുന്ന ഒരു ഘട്ടത്തിലൂടെയാണ്. ഇസ്രയേലും പാകിസ്ഥാനും തമ്മിൽ അത്ര വലിയ നയതന്ത്ര ബന്ധങ്ങളൊന്നും തന്നെ ഇല്ലതാനും. അപ്പോൾ ഈ ബലൂജികളോട് ഈ നടത്തുന്ന ആഹ്വാനത്തിന് പിന്നിൽ ഇസ്രയേൽ മറ്റെന്തെങ്കിലും ലക്ഷ്യം കാണുന്നുണ്ടെന്ന് കരുതണോ, അതോ അതല്ലെങ്കിൽ ഇറാൻ മാത്രമാണോ ഇപ്പോൾ തൽക്കാലമെങ്കിലും മുന്നിലുള്ളത്? സജിത്, ഇപ്പോൾ നമ്മൾ ഇറാൻ്റെ ഒരു ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ അവിടെ കാര്യമായിട്ടുള്ള ഒരു വൈദേശിക ഇൻഫ്ലുവൻസ് ഇതിനു മുൻപേ ചരിത്രപരമായി തന്നെ അവർക്ക് കാണാൻ സാധിക്കില്ല ഇറാനകത്ത്. പക്ഷേ അവിടെയുള്ള ഭരണകൂടത്തെ നിലത്തിറക്കണമെങ്കിൽ, അവരെ ഒന്ന് വരുതിയിൽ കൊണ്ടുവരണമെങ്കിൽ തീർച്ചയായിട്ടും അവിടെയുള്ള പ്രാദേശിക ഗ്രൂപ്പുകളുടെ സപ്പോർട്ട് കൂടി ഇസ്രായേലിന് കൂടിയേ തീരുള്ളൂ. ഇതിനു മുൻപേ അവിടെ നടന്നിട്ടുള്ള വിപ്ലവങ്ങൾ, പ്രധാനമായിട്ടും ഇപ്പോൾ നമുക്ക് അടുത്തുള്ള ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറയുന്നത് 1979 നടന്ന ഇസ്ലാമിക് റവല്യൂഷൻ തന്നെയാണ്. ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന മുഹമ്മദ് ഷാ ഭരണകൂടത്തിനെതിരെ നടന്നിട്ടുള്ള ജനങ്ങളുടെ വലിയൊരു പോരാട്ടം, അതുപോലെ സർക്കാരിനെ അട്ടിമറിക്കുന്ന നീക്കം, ഇതിന് അവിടെ യാഥാസ്ഥിതികരായിട്ടുള്ള സമൂഹത്തിൻ്റെ വലിയ പിന്തുണയുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം കാരണം മാത്രമല്ല, ഈ ഷാ ഭരണകൂടത്തിൻ്റെ അഴിമതികൾ, അതുപോലെ അവർ പാശ്ചാത്യ രാജ്യങ്ങളെ പിന്തുണയ്ക്കുന്നത് കാരണമുള്ള ചില ആരോപണങ്ങൾ, ഇതെല്ലാം വലിയ പ്രശ്നമായിട്ട് അന്ന് വന്നിരുന്നു. അപ്പോൾ ഇത് കാരണം അന്നത്തെ വലിയൊരു വിഭാഗം ജനങ്ങൾ അന്നത്തെ ഭരണകൂടത്തിനെതിരാവുകയും ആ ഭരണകൂടത്തെ അട്ടിമറിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ അതിന് സമാനമായി ഇപ്പോൾ നിലവിൽ നമ്മൾ ഇറാനിലുള്ള ഒരു സാഹചര്യം നോക്കുകയാണെങ്കിൽ അവിടെ സർക്കാരിനെതിരെ പലതരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. അതായത് മുൻപ് തന്നെ പല വിഷയങ്ങളിൽ അവിടെ തുടങ്ങിയതാണ്. അതായത് സ്ത്രീകളുടെ ഹിജാബ് വിഷയം, ഹിജാബ് ഇടാത്തതിൻ്റെ പേരിൽ സ്ത്രീകളെ ശിക്ഷിക്കുക, അത്തരം പല കാര്യങ്ങൾ അവിടെ ഒരു വിഷയമായി ഉയർന്നു വന്നിരുന്നു. ഇപ്പോൾ ഏറ്റവും പുതുതായി അവിടെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടായത് വ്യാപാരികളുടെ ചില പ്രശ്നങ്ങളിൽ നിന്ന് തുടങ്ങി അത് പിന്നീട് വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ഏറ്റെടുത്ത് രാജ്യവ്യാപകമായി വലിയൊരു പ്രക്ഷോഭത്തിലേക്ക് അത് പോവുകയായിരുന്നു. ആ പ്രക്ഷോഭം അടിച്ചമർത്താൻ ഇറാൻ ഭരണകൂടം വളരെ കാര്യമായി ശ്രമിച്ചതാണ്. പക്ഷേ അതൊന്നും അത്രത്തോളം ഫലവത്തായില്ല. ഈ ഒരു പ്രതിഷേധത്തിൽ ഈ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ഉപയോഗിച്ചൊരു മുദ്രാവാക്യം എന്ന് പറയുന്നത് ഡെത്ത് ടു ദ സുപ്രീം ലീഡർ എന്നൊരു മുദ്രാവാക്യം മുഴക്കിക്കൊണ്ടാണ് വിദ്യാർത്ഥികളടക്കം ഈ തടിച്ചു കൂടിയത്. ഇപ്പോൾ ആയത്തുള്ള അലി ഖമനയുടെ മരണം സ്ഥിരീകരിച്ചതിന് ശേഷം ആദ്യമായി വന്ന ടെഹ്റാൻ നഗരത്തിലുണ്ടായ ആദ്യത്തെ റെസ്പോൺസ് അവിടെ വിദ്യാർത്ഥികളും വ്യാപാരികളും അടങ്ങുന്ന ആ സംഘം അവർ ആഘോഷമാക്കുകയാണ് ചെയ്തത്. പിന്നീട് നിരവധി പേർ അദ്ദേഹത്തിന് പിന്തുണയുമായി വന്ന് പൊതുമധ്യത്തിൽ കരയുന്ന ഈ അമേരിക്കയ്ക്കും ഇസ്രായേലിനുമെതിരെ മുദ്രാവാക്യങ്ങൾ വിളിക്കുന്ന കാഴ്ചകളൊക്കെ പിന്നീട് കണ്ടിരുന്നു. പക്ഷേ ഇതിൽ നിന്നെല്ലാം നമുക്ക് സ്ഥിരീകരിക്കാനാവുന്ന കാര്യം അവിടെ വലിയൊരു വിഭാഗം ജനങ്ങൾ സർക്കാരിനെതിരാണ്. സർക്കാരിനെതിരെ അവർ ഇപ്പോഴും നിരന്തരം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത്തരം ജനങ്ങളോട് സംഘടിക്കാനുള്ള
ഒരു ആഹ്വാനം തന്നെയാണ് ബെഞ്ചമിൻ നെതന്യാഹു നടത്തിയത്. അദ്ദേഹം തൻ്റെ എക്സ് പോസ്റ്റ് വഴിയാണ് ഇത്തരമൊരു ആഹ്വാനം നടത്തിയിട്ടുള്ളത്. ഇപ്പോൾ ഈ മാജിക് വാളിൽ ഇപ്പോൾ ഈ കാണുന്നതാണ് അദ്ദേഹത്തിൻ്റെ എക്സ് പോസ്റ്റ്. ഇതിൽ അദ്ദേഹം ഇതിൻ്റെ ട്രാൻസ്ലേഷൻ നോക്കുകയാണെങ്കിൽ ഇതിൽ അദ്ദേഹം വ്യക്തമായി ഈ ഇറാനിലുള്ള എല്ലാ വിഭാഗം ഒരു എത്നിക് ഗ്രൂപ്പുകളെയും അദ്ദേഹം പരാമർശിച്ച് പറയുന്നുണ്ട്. പ്രധാനമായിട്ടും അപ്പോൾ ഇതിലെ അവസാന വരി നോക്കുകയാണെങ്കിൽ ഓ സിറ്റിസൺസ് ഓഫ് ഇറാൻ, പാരിസ്, കുർദ്സ്, അസറീസ്, അഹ്വാസീസ് ആൻഡ് ബലൂജീസ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇതിൽ ബലൂജിസിൻ്റെ കാര്യമാണ് ഒരു നിർണായകമായിട്ടുള്ളത്. മറ്റെല്ലാ എത്നിക് ഗ്രൂപ്പുകളും അവിടെ തന്നെ ഉള്ളതാണ്. പാർസീസ് ആണ് ഏറ്റവും കൂടുതലുള്ളത്. ഈ കുർദ്സ് പിന്നെ അതിൻ്റെ പിന്നാലെ വരും. അപ്പോൾ ഇത്തരത്തിൽ ഏറ്റവും കൂടുതലുള്ള മറ്റ് ഗ്രൂപ്പുകളെ അദ്ദേഹം പരാമർശിക്കുന്നുണ്ട്. പക്ഷേ ഈ ബലൂജുകളുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഇറാനിൽ ആകെപ്പാടെ ബലൂജുകളുള്ളത് വെറും 2% മാത്രമാണ്. മറ്റു ഭൂരിഭാഗം ഒരു ബലൂചിസ്ഥാൻ്റെ പ്രദേശങ്ങൾ, അതുപോലെ തന്നെ ബലൂച്ച് വംശജർ ഏറ്റവും കൂടുതലായിട്ടുള്ളത് പാകിസ്ഥാനിലാണ് എന്ന് കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഇതിലൂടെ ഇസ്രായേൽ വ്യക്തമാക്കുന്ന അവരുടെ ഒരു രാഷ്ട്രീയമുണ്ട്. അതായത് ഈ തങ്ങൾ ഈ ആഹ്വാനം ചെയ്യുന്നത് അത് ഇസ്രായേലിലുള്ള ഒരു ഭരണമാറ്റം മാത്രമല്ല, ഇത്തരത്തിലുള്ള എല്ലാ അടിച്ചമർത്തലുകൾക്കും എതിരെയാണ് തങ്ങളുടെ നിലപാട് എന്നതുകൂടിയാണ് ഇസ്രായേൽ ഇതുവഴി പറഞ്ഞു വെക്കുന്നതെന്ന് നമുക്ക് വേണമെങ്കിൽ ഇതിലൂടെ വ്യാഖ്യാനിക്കാൻ സാധിക്കും. അതായത് ഇപ്പോൾ നിരന്തരം പാകിസ്ഥാനിലെ സാഹചര്യം നോക്കുകയാണെങ്കിൽ നിരന്തരം ഈ ബലൂച്ച് വിഭാഗക്കാർ അവിടെയുള്ള സർക്കാരിനെതിരെ പ്രതിഷേധങ്ങൾ, അതിനുശേഷം ഈ പ്രതിഷേധങ്ങളും അതുപോലെ തന്നെ ചർച്ചകളും കൊണ്ട് ഫലമില്ല എന്നായപ്പോൾ അവിടെ ഈ ബലൂച്ച് ലിബറേഷൻ ആർമി എന്നൊരു സംഘടന രൂപീകരിച്ച് ഇപ്പോൾ സർക്കാരിനെതിരെ ഒളിയുദ്ധങ്ങൾ നടത്തുന്നു. ഇപ്പോൾ അടുത്തിടെയാണ് അവിടെ പല നഗരങ്ങളിലും ഈ ആക്രമണം നടത്തി അവിടെ പല സൈനികരെ ഉൾപ്പെടെ പിടിച്ചുകൊണ്ടുപോകുന്ന ഒരു അവസ്ഥ അടക്കമുണ്ടായത്. അപ്പോൾ ഇത്തരത്തിൽ ഈ ബലൂച്ച് വംശജരെ കൂടി ചേർത്ത് നിർത്തുന്നതിലൂടെ ഇത്തരത്തിൽ ഇറാനെതിരെ മാത്രമല്ല എല്ലാ വിഭാഗത്തിൽ ഉള്ള ജനങ്ങൾ അടിച്ചമർത്തലുകൾ നേരിടുന്ന എല്ലാ പ്രദേശങ്ങളെ തങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നു എന്നൊരു നിലപാടാണ് ബെഞ്ചമിൻ നെതന്യാഹു ഇവിടെ സ്വീകരിച്ചിട്ടുള്ളതെന്ന് കാണാൻ സാധിക്കും. പിന്നെ പാകിസ്ഥാനുമായി ഇസ്രായേലിൻ്റെ ഒരു ചരിത്രം നോക്കുകയാണെങ്കിൽ ചരിത്രപരമായി തന്നെ അവർക്ക് പാകിസ്ഥാനുമായി വലിയ ഒരു നയതന്ത്ര ബന്ധം ഒന്നും അവർ ഇതുവരെ നടത്തിയിട്ടില്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും. നയതന്ത്ര ബന്ധമോ അല്ലെങ്കിൽ ഇന്ത്യയുമായി ഉള്ളതുപോലെ ഒരു സുഗമമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഒന്നുമല്ല ഒരിക്കലും പാകിസ്ഥാനുമായിട്ടുള്ളത്. ഒരു സംഭവം കൂടി ഒന്ന് ശ്രദ്ധയിൽപ്പെടുത്താം. അതായത് ഇപ്പോൾ ട്രംപിൻ്റെ ഈ ബോർഡ് ഓഫ് പീസിൻ്റെ ഭാഗമായിട്ട് ഈ ഒരു ഗാസ വിഷയത്തിൽ മധ്യസ്ഥത ചർച്ചകൾക്ക് നിന്നുകൊണ്ട്, അതായത് ഈ ഗാസയും ഇസ്രായേലിനെയും തമ്മിൽ മധ്യസ്ഥത ചർച്ചകൾ വഹിച്ചുകൊണ്ട് അവിടെ ഒരു ഭരണമാറ്റത്തിന് നേതൃത്വം കൊടുക്കാൻ വേണ്ടി പാകിസ്ഥാൻ പ്രതിനിധികളെ വിളിക്കാം എന്നൊരു ട്രംപിൻ്റെ നിർദ്ദേശത്തോട് ഇസ്രായേൽ ഒരു അനുകൂല നിലപാടല്ല സ്വീകരിച്ചത്. അവിടെ ഒരു പീസ് കീപ്പിംഗ് ഫോഴ്സായിട്ട് പാകിസ്ഥാനിലെ സേനയെ വിളിക്കുന്നത് അത് ഇസ്രായേൽ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. പക്ഷേ ഈ മീറ്റിങ്ങിൽ ഈ 2 രാജ്യങ്ങളെ കൂട്ടിയിരുത്തിക്കൊണ്ടുള്ള ഒരു മീറ്റിങ്ങിന് പാകിസ്ഥാനെ ക്ഷണിച്ചപ്പോൾ ഇസ്രായേൽ അത് വേണ്ട എന്നുള്ളൊരു നിലപാടെടുത്ത് അത് തള്ളിക്കളയുകയാണ് ചെയ്തത്. പക്ഷേ അതേസമയം ഇന്ത്യയെ ഈ ഒരു സ്ഥാനത്തേക്ക് വിളിക്കാം എന്നുള്ളൊരു സജഷനോട് ഇവർ ഒരു അനുകൂലമായിട്ടുള്ള നിലപാടാണ് ഇസ്രായേൽ സ്വീകരിച്ചതെന്ന് നമുക്കവിടെ കാണാൻ സാധിക്കും. അതിൽ നിന്ന് തന്നെ പാകിസ്ഥാൻ ഈ ഗാസയുടെ വിഷയത്തിൽ ഇടപെട്ടാൽ ഇസ്രായേലിനെതിരെ തിരിയാനുള്ള സാധ്യതയുണ്ട്. ഇസ്രായേലിനെതിരെ അവർ നിലപാടെടുത്തേക്കാം. അത് തങ്ങൾക്കൊരു ഭീഷണിയായി വന്നേക്കാം. ഒരിക്കലും ഒരു സമമായ സെറ്റിൽമെന്റ് ഇവിടെ സാധ്യമല്ല എന്ന് അവർക്ക് തോന്നിയിട്ടുണ്ടാകാം. അതുകൊണ്ട് തന്നെയാണ് തീർച്ചയായിട്ടും പാകിസ്ഥാൻ ഇക്കാര്യത്തിൽ ഇടപെടണ്ട എന്ന് വ്യക്തമായിട്ട് അവർ സൂചിപ്പിച്ചതും. അതുപോലെ തന്നെ പല ഉദാഹരണങ്ങളുണ്ട്. ഇപ്പോൾ ഈ ഒരു പുതിയ സംഘർഷങ്ങൾ തുടങ്ങിയതിന് ശേഷം പാകിസ്ഥാൻ അടുത്തിടെ മറ്റെല്ലാ കാര്യങ്ങളിലും സ്വീകരിച്ചിട്ടുള്ള നിലപാടുകൾ അമേരിക്കയ്ക്ക് അനുകൂലമായിട്ടുള്ള നിലപാടുകളാണ്. എല്ലാ കാര്യങ്ങളിലും, പ്രത്യേകിച്ച് ഈ ബോർഡ് ഓഫ് പീസിൻ്റെ ഏറ്റവും ഇതിന് മുൻപേ ഉള്ള യോഗത്തിൽ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിനെ ഉൾപ്പെടെ വേദിയിലിരുത്തിക്കൊണ്ട് അദ്ദേഹത്തെ പരസ്യമായി അപമാനിക്കരുത് എന്ന രീതിയിലാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധത്തിൽ ഞാൻ വിളിച്ചു പറഞ്ഞതുകൊണ്ടാണ് യുദ്ധം അവസാനിപ്പിച്ചത്, പാകിസ്ഥാനെ ഉൾപ്പെടെ ഞങ്ങൾ ഭീഷണിപ്പെടുത്തി എന്ന് ട്രംപ് അവിടെ വെച്ച് പറഞ്ഞത്. അപ്പോഴൊന്നും അമേരിക്കയ്ക്കെതിരെ നിലപാട് സ്വീകരിക്കാത്ത പാകിസ്ഥാൻ നിലവിൽ ഇസ്രായേലിനോടൊപ്പം ചേർന്ന് അമേരിക്ക ഇറാനിൽ ഒരു ഇടപെടൽ നടത്തിയപ്പോൾ ശക്തമായ വിമർശനവുമായി ഇപ്പോൾ രംഗത്ത് വന്നിട്ടുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇതിൽ നിന്ന് വ്യക്തമാണ് ഇസ്രായേൽ ഉണ്ടെങ്കിൽ പാകിസ്ഥാൻ ഒരിക്കലും അനുകൂല നിലപാടെടുക്കില്ല. അതിനുവേണ്ടി അവർ അമേരിക്കയെ വരെ പിണക്കാൻ വേണമെങ്കിൽ തയ്യാറാണ് എന്നതാണ് സൂചിപ്പിക്കുന്നത്. ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ നടത്തിയപ്പോൾ പോലും സ്വന്തം ഈ തീവ്രവാദത്തിനെതിരെ പൊരുതാൻ ഇന്ത്യക്ക് അവകാശമുണ്ട് എന്നുള്ളൊരു നിലപാടാണ് ഇസ്രായേൽ സ്വീകരിച്ചതെന്നുള്ള ചരിത്രവും കൂടിയുണ്ട്. അപ്പോൾ ഈ ഒരു പാകിസ്ഥാനും ഇസ്രായേലും തമ്മിൽ എപ്പോഴും ഒരു ഭിന്നതയുണ്ട്. അതൊരിക്കലും ഒരു പരസ്യ പോരിലേക്ക് വന്നിട്ടില്ലെങ്കിൽ പോലും
പല സമയങ്ങളിൽ ഈ ഭിന്നത രൂക്ഷമായി തന്നെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു ഏറ്റവും പുതിയ ഉദാഹരണം കൂടിയാണ് ഈ ബലൂജികളുടെ കാര്യം കൂടി ഈ പ്രസ്താവിച്ചുകൊണ്ട് ബെഞ്ചമിൻ നെതന്യാഹു നടത്തിയിട്ടുള്ള കാര്യം. അല്ലെങ്കിൽ ഈ ബലൂജികളെ അവിടെ മെൻഷൻ ചെയ്യേണ്ട ഒരു കാര്യം പോലുമില്ല. കാര്യം ഈ ഇറാനിലെ ഏറ്റവും കൂടുതലുള്ള വിഭാഗം പേർഷ്യൻസ് ആണ്. അതുപോലെ മറ്റു വിഭാഗങ്ങളും അവിടെ ഒരുപാടുണ്ട്. ഈ ബലൂജികൾ ഉള്ളത് വെറും 2% മാത്രമാണ്. അവരെ മെൻഷൻ ചെയ്താലും മെൻഷൻ ചെയ്തില്ലെങ്കിലും അവർക്കൊരിക്കലും അവിടെയുള്ള ഭരണമാറ്റത്തിലോ അവിടെയുള്ള അധികാര ചക്രത്തിലോ വലിയൊരു കാര്യമായ സ്വാധീനമില്ല. പക്ഷേ അവർക്ക് സ്വാധീനമുള്ള മേഖല പാകിസ്ഥാനാണ്. അപ്പോൾ പാകിസ്ഥാനും കൂടി ഒരു വ്യക്തമായ സന്ദേശം, അതായത് പാകിസ്ഥാന് മാത്രമല്ല തങ്ങൾക്കെതിരെ തിരിയുന്ന എല്ലാ ശക്തികൾക്കുമുള്ള ശക്തമായ മുന്നറിയിപ്പ് തന്നെയാണ് ഇതിലൂടെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നൽകിയിട്ടുള്ളത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.